ഹലോ കൂട്ടുകാരെ, ഹോങ്കോങ്ങിലെ ആധുനികതയ്ക്കിടയിൽ ഇന്നും അതിന്റെ പഴമ കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായ പോക് ഫുലാങ് ഗ്രാമത്തിന് മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന ഈ ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ഹോങ്കോങ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മാനം മുട്ട നിൽക്കുന്ന കെട്ടിടങ്ങളുടെ ഒരു കൂട്ടമാണ്. ഏറെക്കുറെ എല്ലാവരും കോൺക്രീറ്റ് കാടുകൾ എന്നാണ് ഹോങ്കോങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ലാത്ത മറ്റൊരു മുഖം കൂടി ഹോങ്കോങ്ങിനുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ശാന്തവും സുന്ദരവുമായ ഹോങ്കോങ്ങിന്റെ മറ്റൊരു മുഖം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോകുന്നത് ഹോങ്കോങ്ങിലെ തന്നെ ഏറ്റവും പഴയ റിസർവോയറുകളിലൊന്നായ പോക് ഫുലാം റിസർവോയറിലേക്കാണ്. തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പസമയം. ആയിരത്തി 1863 നിർമ്മാണം പൂർത്തിയായ ഹോങ്കോങ്ങിലെ ഏറ്റവും ആദ്യത്തെ റിസർവോയറാണിത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹോങ്കോങ്ങിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ചുറ്റും പച്ചപ്പും കുന്നുകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. ഇതിനു ചുറ്റുമുള്ള മനോഹരമായ നടപ്പാതയിലൂടെയാണ് നമ്മൾ വിക്ടോറിയ പീക്കിലേക്ക് പോകുന്നത്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ യാത്രയിലെ മറ്റൊരു പ്രധാന ആകർഷണം, ഫോർമർ വാച്ച്മാൻസ് കോട്ടേജ്. ഏകദേശം 160 വർഷം പഴക്കമുള്ള ഈ കൊച്ചു കെട്ടിടം ഒരു ചരിത്ര സ്മാരകമാണ്. പണ്ട് റിസർവോയറിലെ വെള്ളം ആരും മോഷ്ടിക്കാതെ നോക്കാൻ നിയമിച്ച വാച്ച്മാന്റെ വീടായിരുന്നു. വെള്ള നിറത്തിലുള്ള ഇതിന്റെ ചുവരുകളും ചൈനീസ് സ്റ്റൈൽ മേൽക്കൂരയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹോങ്കോങ്ങിന്റെ പഴയ കാലപ്രതാപം നമുക്കിവിടെ കാണാം. 1860കളിലെ കുടിവെള്ളക്ഷാമം ഉണ്ടായപ്പോൾ അന്നത്തെ ഗവർണർ ആയിരുന്ന സർ ഹെർക്കുലീസ് റോബിൻസൺ ആണ് ഈ റിസർവോയർ നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു ഇത്. റിസർവോയറിന് ചുറ്റും 4 ചെറിയ കൽപ്പാലങ്ങളുണ്ട്. ഇതും 1860ൽ പണിതതാണ്. ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്ന ഈ പാലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇവിടുത്തെ തന്നെ കുന്നുകളിൽ നിന്നുള്ള കരിങ്കല്ലുകളാണ്. ഇവ ഇപ്പോൾ ഹോങ്കോങ്ങിലെ പ്രഖ്യാപിത സ്മാരകം കൂടിയാണ്. വാച്ച്മാൻസ് കോട്ടേജിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കോട്ടേജിന്റെ ജനാലയും വാതിലും ഒക്കെ നിയോ ക്ലാസിക്കൽ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മേൽക്കൂര ചൈനീസ് ശൈലിയിലുള്ള ഓടുകൾ കൊണ്ട് നിർമ്മിച്ചതും. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാസ്തുവിദ്യാ സംഗമം നമുക്ക് ഇവിടെ കാണാം. പോക് ഫുലാം റിസർവോയറും വാച്ച്മാൻസ് കോട്ടേജും എല്ലാം ഇപ്പോൾ പോക് ഫുലാം കൺട്രി പാർക്കിന്റെ ഭാഗമാണ്. ഈ കൺട്രി പാർക്കിലൂടെയാണ് നമ്മൾ വിക്ടോറിയ പീക്കിലേക്ക് പോകുന്നത്. പോക് ഫുലാം കൺട്രി പാർക്കിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്നാണ്. 2 വഴികളിലൂടെ നമുക്ക് വിക്ടോറിയ പീക്കിലേക്ക് എത്താം. ഈ കാണുന്ന പടികൾ വഴി കയറി പോകുന്ന ഒരു വഴിയുണ്ട്, മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത്. പാർക്കിലേക്ക് കയറുമ്പോൾ മറ്റൊരു കാര്യം പറയട്ടെ, ഇതിനുള്ളിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. ഇതൊരു കൺട്രി പാർക്ക് ആയതുകൊണ്ട് സംരക്ഷിത മേഖലയാണ്. കാൽനട യാത്രക്കാർക്ക് മാത്രമേ ഇവിടെ അനുവാദമുള്ളൂ. അതിനാൽ നിങ്ങൾ വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ താഴെ പാർക്ക് ചെയ്തതിന് ശേഷം നടന്നു വേണം ഇതിനുള്ളിലേക്ക് കയറാൻ.
പ്രകൃതിയുടെ ശാന്തത നിലനിർത്താൻ ഇത്തരം നിയന്ത്രണങ്ങൾ അത്യാവശ്യവുമാണ്. യാത്ര തുടങ്ങുന്ന ഭാഗത്ത്, അതായത് റിസർവോയറിന് സമീപത്ത് തന്നെ പൊതു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. മുകളിലേക്ക് കയറി തുടങ്ങിയാൽ പിന്നെ വിക്ടോറിയ പീക്കിൽ എത്തിയാൽ മാത്രമേ ഈ സൗകര്യം ലഭ്യമാകൂ. ഈ റൂട്ടിൽ മുകളിലേക്ക് പോകുന്തോറും കടകളോ ഭക്ഷണശാലകളോ ഇല്ല. അതിനാൽ ആവശ്യത്തിന് വെള്ളവും ലഘുഭക്ഷണവും കയ്യിൽ കരുതണം. പീക്കിലെത്തിയാൽ മാത്രമാണ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവുള്ളൂ. സാധാരണ എല്ലാവരും വിക്ടോറിയ പീക്കിലേക്ക് പോകുന്നത് ട്രെയിനിലോ ബസ്സിലോ ഒക്കെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പീക്കിലേക്ക് നടന്നു കയറാൻ പോവുകയാണ്. വഴിയിൽ പലയിടങ്ങളിലായിട്ട് ഇരിക്കാൻ പാകത്തിൽ ബെഞ്ചുകളും ചെറിയ തണൽപ്പുരകളും ഒരുക്കിയിട്ടുണ്ട്. കുടുംബമായി വരുന്നവർക്ക് അല്പം വിശ്രമിച്ച് പതുക്കെ നടക്കാൻ ഇത് സഹായിക്കും. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ പത്തനാപുരം റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഈ കാഴ്ച പെട്ടെന്ന് മനസ്സിലാകും. അവിടെ കല്ലടയാറിന്റെ തീരത്തുകൂടെ മരങ്ങൾക്കിടയിലൂടെ പോകുന്നൊരു മനോഹരമായ റോഡില്ലേ, അതുപോലെ തന്നെ തോന്നും ഈ റിസർവോയർ പാതയും കണ്ടാൽ. നമ്മുടെ നാട്ടിലെ ആറിലൊക്കെ ഉള്ള പോലെ തന്നെ ധാരാളം മത്സ്യങ്ങളും ഇവിടെയും ഉണ്ട്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ റോഡിൽ കൂടി നിറയെ വാഹനങ്ങളായിരിക്കും. ഇവിടെ വാഹനങ്ങളൊന്നുമില്ല. ധാരാളം മത്സ്യസമ്പത്തുള്ള ഈ ഒരു ഏരിയ ചൂണ്ടയിടാൻ വരുന്നവരുടെ ഇഷ്ടപ്പെട്ട ഇടമാണ്. ബ്ലാക്ക് ബാസ്, സ്നേക്ക് ഹെഡ് പോലെയുള്ള ഒരുപാടിനം മത്സ്യങ്ങൾ ഇവിടെയുണ്ട്. കൃത്യമായ ലൈസൻസോടെ സീസണുകളിൽ മാത്രമാണ് ഇവിടെ ചൂണ്ടയിടാൻ ആളുകൾ എത്താറുള്ളത്. യാത്രക്കിടയിൽ റോഡരികില് ഇതുപോലെയുള്ള കുറേ വിചിത്രമായ പഴയ നിർമ്മിതികൾ കാണാൻ സാധിക്കും. ഇത് വെറും കൽക്കെട്ടുകളോ ഗുഹകളോ അല്ല കേട്ടോ. 2ാം ലോക മഹായുദ്ധ കാലത്തെ മിലിറ്ററി ബങ്കറുകളാണ്. 1941 ജപ്പാൻ സൈന്യത്തിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം നിർമ്മിച്ചവയാണിത്. ശത്രുക്കളുടെ വെടിയുണ്ടകളിൽ നിന്നും ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് കുന്നിൻ ചെരുവിൽ ഇത്തരം സുരക്ഷിതമായ കോൺക്രീറ്റ് മുറികൾ പണിതു. ഇതിനുള്ളിൽ സൈനികർക്ക് താമസിക്കാനും വെടിക്കോപ്പുകൾ സൂക്ഷിക്കാനുമുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇന്നിവയെല്ലാം ഇഷ്ടികകൾ കൊണ്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് ഇവ ഇന്നും ഈ കാട്ടുപാതയിൽ നിലനിൽക്കുന്നുണ്ട്. ബങ്കറുകൾക്ക് ഓപ്പോസിറ്റിലുള്ള ഇത്തരം നീർച്ചാലുകൾ വഴിയാണ് മഴവെള്ളം റിസർവോയറിലേക്ക് ഒഴുകിയെത്തുന്നത്. അതിശക്തമായിട്ട് മഴയുള്ളപ്പോൾ ഈ പാറക്കെട്ടുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു വരാൻ സാധ്യതയുണ്ട്. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ തോട് നിറയാൻ കാരണമാകും. ആ സമയത്ത് നനഞ്ഞു കിടക്കുന്ന ഈ പാറക്കെട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് വഴുക്കലുള്ളതായിരിക്കും. ഹോങ്കോങ് ഒബ്സർവേറ്ററി ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് റെയിൻസ്റ്റോം വാർണിംഗ് ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ കാട്ടുപാതകൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹൈക്കിങ്ങിനിടയിൽ അല്പം വിശ്രമിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഇടമാണിത്. ഇവിടെ കാടിന് നടുവിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മരക്കൂടാരങ്ങൾ കണ്ടോ? ഒരേ സമയം പ്രകൃതിയെ ആസ്വദിക്കാനും കുടുംബത്തോടൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റിയ ഒരു പെർഫെക്റ്റ് പിക്നിക് സ്പോട്ടാണിത്. നല്ല ബലമുള്ള മരത്തിന്റെ ബെഞ്ചുകളും തണൽ നൽകുന്ന മേൽക്കൂരയും വിശ്രമ സൗകര്യത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ യാതൊരു ബഹളവുമില്ലാതെ പക്ഷികളുടെ ശബ്ദവും കാറ്റും ആസ്വദിക്കാൻ ഇവിടെ സാധിക്കും. ഹോങ്കോങ്ങിലെ മറ്റു കൺട്രി പാർക്കുകളെ പോലെ ഇവിടവും വളരെ വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നു. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. മാലിന്യങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പോക്ഫുലാം കൺട്രി പാർക്കിൽ ധാരാളം വന്യമൃഗങ്ങളും പക്ഷികളും ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ആനയും കടുവയും ഒന്നും കാണുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരുപാട് മൃഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് പക്ഷികളെ മാത്രമാണ് കാണാൻ സാധിച്ചത്. ഹോങ്കോങ് ദ്വീപ് കടലിനാൽ ചുറ്റപ്പെട്ടതാണെങ്കിലും ഇവിടുത്തെ കുന്നുകളും വനമേഖലയും ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ്. ഹോങ്കോങ്ങിലെ കൺട്രി പാർക്കുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാട്ടുപന്നികളാണ്. പകൽ സമയത്തും ഇവയെ റോഡരികിൽ കണ്ടേക്കാം. പിന്നെ ഉള്ളത് കുരങ്ങുകളും മരപ്പട്ടികളും കീരിയും ഒക്കെയാണ്. പിന്നെ വിവിധ അപൂർവമായ പാമ്പുകളുമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മൃഗങ്ങളെ എങ്ങാനും വഴിയിലെങ്ങാനും വെച്ച് കണ്ടാൽ ഇനി ഭക്ഷണം നൽകിയേക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്
നിയമം മൂലം നിരോധിച്ചിരിക്കുന്നതാണ്. മൃഗങ്ങളുടെ സ്വാഭാവിക സ്വഭാവത്തെ ബാധിക്കുമെന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആനയും കടുവയും ഒന്നുമില്ലാത്ത കാടുകളാണെന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയുള്ള ചില രസകരമായ കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. പണ്ട് ഹോങ്കോങ്ങിൽ കടുവകൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. 1950-കൾ വരെയൊക്കെ ചൈനയിൽ നിന്ന് കടുവകൾ ഇവിടേക്ക് എത്താറുള്ളതായിട്ട് രേഖകളിൽ പറയുന്നുണ്ട്. 1915 ഷെങ്ഷുയിൽ വെച്ചൊരു കടുവയെ വെടിവെച്ചു കൊന്നിരുന്നു. അതിൻ്റെ തല ഇന്നും ഹോങ്കോങ് പോലീസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടത്രേ. 1960-കൾക്ക് ശേഷം ഹോങ്കോങ്ങിൽ കടുവകളെ കണ്ടിട്ടേയില്ലത്രേ. എന്നാൽ ഇപ്പോൾ ഈ കാടുകളിലുള്ളത് കടുവയോട് തന്നെ സാമ്യമുള്ള വലിപ്പം കുറഞ്ഞ ലിയോപാഡ് ക്യാറ്റുകൾ എന്ന വിഭാഗമാണ്. ആനകളെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹോങ്കോങ്ങിൽ ആനയും കാണ്ടാമൃഗവും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആനകൾ ഉണ്ടായിരുന്നതായിട്ടുള്ള യാതൊരു ചരിത്രവും ഇല്ല എന്നും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ വന്യമൃഗങ്ങളെ പേടിക്കാതെ നമുക്ക് ഹോങ്കോങ്ങിലെ കൺട്രി പാർക്കുകളിലൂടെ യാത്ര ചെയ്യാമെന്നുള്ളതാണ് സാരം. യാത്രയുടെ പകുതിയിൽ കൂടുതൽ ദൂരം ഞങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊപ്പം നടന്നവരൊക്കെ ഇപ്പോൾ പീക്കിലെത്തിയിട്ടുണ്ടാവും. എൻ്റെ കമ്പാനിയനായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഉള്ളത്. യാത്രയുടെ തുടക്കത്തിൽ എൻ്റെ ആവേശം കണ്ടപ്പോൾ ഞാനാണ് ആദ്യം എത്തുന്നതെന്നാണ് ഞാൻ ഓർത്തത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ കിതയ്ക്കുന്ന കിതപ്പ് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ആ കാണുന്നത് വിക്ടോറിയ പീക്കാണ്. ഇനി നമുക്ക് അവിടെ വരെയാണ് എത്തേണ്ടത്. സ്ഥിരമായി നടക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. സ്ഥിരമായി നടക്കുന്നവർക്ക് ഇതൊന്നും ഒരു യാത്രയേ അല്ല, ഇതൊന്നും ഒരു ഹൈക്കിംഗ് എന്ന് വിളിക്കാനും പറ്റില്ല. പക്ഷേ ഹോങ്കോങ്ങിൻ്റെ അത്രയും നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്നുള്ളത് ഞാനും ഇന്നാണ് അറിയുന്നത് കേട്ടോ. ഇവിടേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമെന്ന് ചിന്തിച്ചതേയില്ല. ഈ മനോഹരമായ കാഴ്ച കാണുമ്പോൾ കുറച്ച് സാഹിത്യമായാലോ എന്ന് ആലോചിക്കുകയാണ്. പകൽ വെളിച്ചം പതുക്കെ വിട പറയുകയാണ്. സൂര്യാസ്തമയം അടുത്തതോടെ പ്രകൃതി ആകെ മാറിയിരിക്കുന്നു. അസ്തമയ സൂര്യന്റെ ഇളം സ്വർണ്ണ കിരണങ്ങൾ ഈ കാട്ടുപാതയിലും മരങ്ങളിലും പതിക്കുമ്പോൾ ആരോ വെറുതെ തുന്നിച്ചേർത്തതല്ല, സ്വർണ്ണനൂലുകൾ കൊണ്ട് തുന്നിച്ചേർത്ത ഒരു പട്ടുസാരി വിരിച്ചിട്ടതുപോലെ തോന്നുന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന ആ വെളിച്ചം വല്ലാത്തൊരു ചന്തമാണ് ഈ വഴിക്ക് നൽകുന്നത്. ശരിക്കും പ്രകൃതി ഒരു സ്വർണ്ണവർണ്ണം അണിഞ്ഞു നിൽക്കുന്നത് പോലെയുണ്ട് ഈ കാഴ്ച. ഈ കാഴ്ച കാണുമ്പോൾ ഇതുപോലെ സാഹിത്യപരമായിട്ട് പറയാൻ നിങ്ങൾക്കും തോന്നുന്നില്ലേ? നടന്ന് ക്ഷീണിച്ചെത്തുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാലോ? ആ ക്ഷീണമൊക്കെ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ പോരെ. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പീക്കിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹോങ്കോങ്ങിനെ പറ്റിയുള്ള ഏതെങ്കിലും വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ എന്തായാലും വിക്ടോറിയ പീക്കിനെ പറ്റി ഇവിടെ വരുന്ന എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. അതുകൊണ്ട് വിക്ടോറിയ പീക്കിനെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ ഈ തിരക്ക് കണ്ടില്ലേ? എല്ലാവരും കൂടുതലും പീക്ക് ട്രാമിൻ്റെ ട്രാവൽ ആസ്വദിച്ച് വിക്ടോറിയ പീക്കിലെത്താനാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ടാക്സിയും ബസ്സും ഒക്കെ വഴി എത്തുന്നവരുമുണ്ട്. നിങ്ങൾക്കിങ്ങനെ നടന്നു വന്നിട്ട് തിരിച്ചു വേണമെങ്കിൽ പീക്ക് ട്രാമിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചുള്ള യാത്ര പീക്ക് ട്രാമിലാക്കാം. അതല്ലെങ്കിൽ ബസ് സർവീസ് ഉണ്ട്, ടാക്സി ഉണ്ട്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പോക്ഫോല വില്ലേജിൽ നിന്ന് തുടങ്ങി ആ പഴയ റിസർവോയറും യുദ്ധകാലത്തെ ബങ്കറുകളും ഒക്കെ കണ്ട് ഈ സ്വർണ്ണ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന അസ്തമയ കാഴ്ചയിലെത്തി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ആ കയറ്റം കയറി വന്നപ്പോഴുണ്ടായിരുന്ന ക്ഷീണമൊക്കെ ഈ ഒരൊറ്റ കാഴ്ചയിൽ അലിഞ്ഞു പോയി എന്ന് പറയാം. ഹോങ്കോങ്ങിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇത്രയും മനോഹരമായ ഒരു പ്രകൃതിയും ചരിത്രവും ഇവിടെ ഉണ്ടെന്ന് അധികം ആരും അറിയാറില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള കൂടുതൽ യാത്രകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ മറ്റൊരു അടിപൊളി യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.